സ്നേഹപൂർവ്വം ശ്യാമ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ക അഭിനയിക്കാനായി ആഗ്രഹിച്ച ആ സിനിമയിലേക്ക് രാധിക അഭിനയിക്കുകയാണ്. വരുൺ രാധികയോടൊപ്പം പൂജാ ചടങ്ങിന് വന്നിരിക്കുകയാണ്. ഹീറോയും പ്രൊഡ്യൂസറും എല്ലാം അവിടേക്ക് വരുമ്പോൾ ടെൻഷൻ കൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് രാധികയും വരുണും. ഈ സമയം പൂജാ റൂമിലോട്ട് വന്ന പ്രിയങ്ക കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഭഗവാന്റെ മുന്നിൽ മാത്രമേ സങ്കടം പറയാനുള്ളൂ. ഞാൻ ആഗ്രഹിച്ച സിനിമയുടെ ഷൂട്ടിംഗ് മറ്റൊരാളെ വെച്ച് നടക്കരുത്. ആ സിനിമ എങ്ങനെയെങ്കിലും മുടങ്ങണം ഭഗവാനെ. ഇന്നത്തെ പൂജയിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്ക. തന്റെ അവസരം ഇല്ലാതാക്കിയ രാധികയോട് പക ഇരട്ടിച്ചിരിക്കുകയാണ് പ്രിയങ്കയ്ക്ക്. പക വീട്ടാനായി ഭഗവാനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പ്രിയങ്ക. ഒപ്പം കണിമംഗലത്തുള്ള എല്ലാവരെയും രാധികയ്ക്കെതിരെ തിരിക്കാനായി ശ്രമിക്കുന്നു. രാധിക ഇനി കണിമംഗലത്തോട്ട് വരരുത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് എങ്ങനെയെങ്കിലും മുടങ്ങി പോകണമെന്നൊക്കെയാണ് പ്രിയങ്ക ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പറയുകയാണ് പ്രിയങ്ക. തുടർന്ന് പൂജാമുറിയിലെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വരികയാണ് പത്മിനിയും ജയഭാരതി അമ്മയും കൽപ്പനയും ഉർവശിയുമെല്ലാം. പൂജാമുറിയിലെ പ്രിയങ്കയുടെ കരച്ചിൽ കേട്ട് ഞെട്ടലോടെ മുഖത്തോട് മുഖം നോക്കുകയാണ് അവരെല്ലാവരും. പ്രിയങ്ക അവസരം മുതലെടുത്ത് രാധിക ഒരു സ്വാർത്ഥിയാണെന്ന് ആ കണിമംഗലത്തുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് പത്മിനി അത് വിശ്വസിച്ചെങ്കിലും ജയഭാരതി അമ്മ അത് ഒട്ടും വിശ്വസിക്കുന്നില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.